യെസ്, വെൻ ദ സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ട്. എങ്ങനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് പൊല്യൂട്ടഡ് ആകുന്നത്, മലിനീകരണപ്പെടുന്നത്? എന്നിട്ട് നോക്കിയേ, ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അല്ലേ? ഉള്ള വേസ്റ്റ് മൊത്തം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നോക്കിയേ, ഒക്കെ എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ആകെ മലിനീകരണം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടല്ലേ? ആ പിക്ചറിൽ കാണുന്നില്ല അല്ലേ? ഈ ഒരുമാതിരി ഉണ്ടല്ലോ അങ്ങനെ കണ്ടിട്ട്. അപ്പം നമ്മളെല്ലായിടത്തും എപ്പോഴും ക്ലീൻ ചെയ്തിടണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? വെക്ടേഴ്സിനെ പഠിച്ചു അല്ലേ? ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്, ഹ്യൂമൻസ് ഒക്കെ എന്താണ്, വെക്ടേഴ്സ് ആണെന്നുള്ളത് നോക്കി അല്ലേ? അപ്പോൾ ഈ വെക്ടേഴ്സും ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കണ്ടീഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ. നമ്മൾ വെക്ടേഴ്സ് ആയിട്ടുള്ള ഹൗസ് ഫ്ലൈ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കുറേ ആൾക്കാരായിട്ട് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹൗസ് ഫ്ലൈസ് ബ്രീഡ് ഇൻ ഗാർബേജ് അല്ലേ, റോട്ട് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ആനിമൽ വേസ്റ്റ്. ഈ ഹൗസ് ഫ്ലൈ ബ്രീഡ് ചെയ്യുന്നത് എവിടെ അറിയോ? നമ്മൾ ഗാർബേജ് അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക് മാറ്റേഴ്സിൽ അല്ലെങ്കിൽ ആനിമൽ വേസ്റ്റ് ഇതിലൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹൗസ് ഫ്ലൈസ് ബ്രീഡ് ചെയ്യും. അപ്പോൾ എന്താവും, കുറേ കുട്ടികളുണ്ടാവൂലേ? അങ്ങനെ എന്താവും, അത് മൾട്ടിപ്ലൈ ആയില്ലേ? ഒന്നിലധികം വന്നാൽ മൾട്ടിപ്ലൈ എന്ന് പറയില്ലേ? അപ്പോൾ അതെന്താവും, അങ്ങനെ അത് കുറേ ആൾക്കാരായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളതെന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. മോസ്കിറ്റോസ് എന്താണ്? മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെല്ല്, സ്റ്റാഗ്നൻറ്റ് വാട്ടർ, മലിനജലം. നമ്മൾ ചിരട്ടയിൽ വെള്ളം ഉണ്ടാകുമ്പോൾ മഴക്കാലത്ത് നമ്മൾ അംഗനവാടിക്കാരോ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സൊക്കെ വന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് പറയാറുണ്ടല്ലേ? ചുറ്റുപാടും പുല്ലൊക്കെ വെട്ടി ക്ലീൻ ചെയ്യണം, അതുപോലെ വെള്ളം എവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കളയണം എന്നൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ മോസ്കിറ്റോസ് അതിൽ നിന്നിട്ട് എന്താവും, ബ്രീഡ് ചെയ്യും, മുട്ടടും. എന്നിട്ട് എന്താവും, ഇത് കുറേ ആൾക്കാരായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്താണ്? മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്. നമ്മൾ പ്ലാസ്റ്റിക് ബാഗ്, ബോട്ടിൽ, കോക്കനട്ട് ഷെല്ല്, സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഇതിലൊക്കെ ചെന്നിട്ട് ഇത് എന്താക്കും, ബ്രീഡ് ചെയ്യും. മലിനജലത്തിൽ, നമ്മളെ ചിരട്ടയിൽ, അതുപോലെ ബോട്ടിൽസിൽ, പ്ലാസ്റ്റിക് ബാഗ്സിൽ എന്തിലെങ്കിലും വെള്ളം കണ്ടാൽ അതിലൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യും, മുട്ടടും. യെസ്, അത് അങ്ങനെ ഉണ്ടാവും, അത് മൾട്ടിപ്ലൈ ചെയ്യും. റാറ്റ് ആണെങ്കിലോ, റാറ്റ്സ് മൾട്ടിപ്ലൈ ഇൻ ഡേർട്ടി അൺഹൈജീനിക് എൻവിറോൺമെൻറ്റ്സ്, എക്സ്പെഷ്യലി where there is a leftover food, clutter and hiding places. ഒഴിഞ്ഞു കിടക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതുപോലെ നമ്മളെ ഫുഡിൻ്റെ വേസ്റ്റുകൾ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ അൺഹൈജീനിക്കായിട്ട് ഒരു വൃത്തിയില്ലാത്ത ഡേർട്ടി, ചളിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് സ്ഥലങ്ങളില്ലേ നമ്മൾ ചുറ്റുപാടുള്ള, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും, ഈ റാറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും. റാറ്റ്സ് എവിടെയാണ്? ഡേർട്ടി അൺഹൈജീനിക് എൻവിറോൺമെൻറ്റിൽ, എക്സ്പെഷ്യലി എവിടെ? ലെഫ്റ്റ് ഓവർ ഫുഡ്, ക്ലട്ടർ ആൻഡ് ഹൈഡിങ് പ്ലേസസുകളിലാണ് എന്ത്, നമ്മളെ റാറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ടോ. ലെറ്റസ് കൺട്രോൾ മോസ്കിറ്റോ. നമ്മളെങ്ങനെ മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യും? പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. നമ്മൾ മോസ്കിറ്റോൻ്റെ ബ്രീഡിങ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും, എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളത് നോക്കാം. മോസ്കിറ്റോ കുറേ ആയിട്ട് ബ്രീഡ് ചെയ്യുന്നത്, അതായത് അതിന് കുറേ കുട്ടികളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവോയ്ഡിങ് വാട്ടർ ലോഗിങ്. നമ്മൾ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്യുക, അത് ഒഴിവാക്കുക. റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസ്. നമ്മുടെ ചുറ്റുപാട് എന്തുണ്ടാവും, പുല്ലും കാടൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്യുക. പിന്നെ ക്ലീനിങ് ഡ്രെയിൻസ്, നമ്മൾ വെള്ളം ഒഴുകി പോകുന്ന അഴുക്കുചാല് അങ്ങനത്തെ സ്ഥലങ്ങളില്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മോസ്കിറ്റോൻ്റെ ബ്രീഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പ്രിക്കോഷൻ ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്. നമ്മളെപ്പോഴും എന്താ ചെയ്യാറുണ്ട്, നമ്മൾ ആകെ കടിക്കാറാണ് മോസ്കിറ്റോസാണ് അല്ലേ? കൊതുക് നമ്മളെ നല്ലോണം കടിക്കാറുണ്ട്. അപ്പോൾ ഈ കൊതുക് കടിക്കുന്ന ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. കീപ് ഡോർ ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേര സമയമാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ഡോറും ജനലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. നമ്മൾ വീട്ടിൽ വല്യമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറയാറുണ്ട്, ആ ജനലും വാതിലൊക്കെ അങ്ങോട്ട് അടച്ചാൽ എപ്പോൾ വരും കൊതു എന്ന് പറയാറുണ്ടല്ലേ?
അത് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കീപ് ഡോർസ് ആൻഡ് വിൻഡോ ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം സമയമായാൽ നമ്മളെ ഡോറും വിൻഡോയും ഒക്കെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. യൂസ് മോസ്കിറ്റോ റെപ്പലൻറ്റ്. എന്താണ്? മോസ്കിറ്റോ റെപ്പലൻറ്റുകൾ യൂസ് ചെയ്യുക. യൂസ് മോസ്കിറ്റോ കോയിൽ ആൻഡ് മോസ്കിറ്റോ ബാറ്റ്. യൂസ് മോസ്കിറ്റോ നെറ്റ്സ്. കിടക്കുമ്പോൾ എന്ത് ചെയ്യുക, നെറ്റിൻ്റെ ഉള്ളിൽ മോസ്കിറ്റോ നെറ്റുകൾ വാങ്ങാൻ കിട്ടും, അതിനുള്ളിൽ കിടക്കുക. പിന്നെ നമ്മളെ ബാറ്റുകൾ ഉണ്ടാവും, അതുപോലെ കോയിലേ, അങ്ങനെയുള്ള സാധനം, റെപ്പലൻ്റ്. ഇതൊക്കെ എന്താണ്? പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓരോ സാധനങ്ങളാണ്. നമ്മളെ വീടുകളിലൊക്കെ ഒരുവിധം എല്ലാവരുടെ വീടുകളിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോസ്കിറ്റോൻ്റെ ബൈറ്റ്, മോസ്കിറ്റോൻ്റെ കടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനുള്ള പ്രിക്കോഷൻസുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് എന്ത്, ഡിസീസസ് തിങ്ക് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. ഒരു ഡിസീസ് നമ്മൾ ഓരോ ഇതിലൂടെ ഉണ്ടാകുന്ന ഡിസീസസുകൾ പറഞ്ഞു. അതായത് നമ്മൾ വെക്ടേഴ്സിലൂടെ അല്ലാണ്ട് നമുക്കുള്ള കുറച്ച് സ്പ്രെഡാവുന്ന ഡിസീസുകൾ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് എങ്ങനെ നമുക്ക് ആ ഡിസീസ് വേറൊരാൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡിലൂടെയും വാട്ടറിലൂടെയും സ്പ്രെഡ് ആവുന്ന ഡിസീസസിന് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ളത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആഫ്റ്റർ വാഷിങ്. എന്താണ്? ഫ്രൂട്ടും വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക, കഴുകിയതിന് ശേഷം മാത്രം കഴിക്കുക, ഉപയോഗിക്കുക. കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്, ഫുഡ് ഐറ്റംസുകൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. ചൂടുള്ള വെള്ളം കുടിക്കുക. ഇങ്ങനെ ചെയ്താൽ എന്താണ്, നമുക്ക് ഫുഡിലൂടെയും വാട്ടറിലൂടെയും വരുന്ന ഡിസീസസ് നമുക്ക് തടയാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്. എയറിലൂടെ അതുപോലെ കോണ്ടാക്റ്റിലൂടെ ഒക്കെ അല്ലേ, മനുഷ്യൻ്റെ കോണ്ടാക്റ്റിലൂടെ അതുപോലെ എയറിലൂടെ ഒക്കെ സ്പ്രെഡ് ആവുന്ന ഡിസീസസുകൾ, അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവോയ്ഡ് കോണ്ടാക്റ്റ് വിത്ത് ദ സിക്ക് പേഴ്സൺ. അസുഖമുള്ള ആളായിട്ടുള്ള കോണ്ടാക്റ്റ്, ആളടുത്ത് പോയിരിക്കുക, കയ്യെ പിടിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ് ക്ലോത്ത്സ് എക്സെട്ര. ഈ അസുഖമുള്ള ആൾ ഉപയോഗിച്ച ടവല്, അതുപോലെ നമ്മളെ ക്ലോത്ത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ യൂസ് മാസ്ക്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. സ്വന്തമായിട്ടുള്ളൊരു വൃത്തി ഉണ്ടാവില്ല, നമ്മളെ സ്വന്തം വൃത്തി ഉണ്ടാവില്ല. നഖമൊക്കെ മുറിച്ച്, കൈയൊക്കെ എപ്പോഴും വാഷ് ചെയ്ത്, കാലൊക്കെ എപ്പോഴും കഴുകി, നല്ല കുളിച്ച് വൃത്തിയായി നടക്കുക. നമ്മളെ പേഴ്സണൽ ഹൈജീന് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ വഴിയും കോണ്ടാക്റ്റ് വഴിയൊക്കെയുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. മണ്ണിലൂടെയും അതുപോലെ ചെളിവെള്ളത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ. അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള അസുഖങ്ങൾ സ്പ്രെഡിങ്ങിന് അങ്ങനെയുള്ളത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ഫുഡ് വെയർ. നമ്മൾ പുറത്തിറങ്ങി മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക. പ്രിവെൻറ്റ് വൂൺസ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്റ്റ് വിത്ത് സീവേജ്. നമ്മളെ ശരീരത്തിൽ ഇപ്പോൾ ഒരു മുറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ചളിവെള്ളം ഇതൊക്കെ ആയിട്ടുള്ള കോണ്ടാക്റ്റ്, അത് ചളിവെള്ളത്തിലൊക്കെ തട്ടാതെയൊക്കെ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെയുള്ള കോണ്ടാക്റ്റുകൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. നമുക്കിപ്പോൾ ചളിയൊക്കെ കഴിക്കണ കൈയും കാലൊക്കെ നമ്മളിപ്പോൾ മുറ്റത്തൊക്കെ എന്തെങ്കിലും പുല്ല് പറിക്കുകയോ അല്ലെങ്കിൽ ചെടി കുഴിച്ചിടുക അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പണിയൊക്കെ ആയാൽ എന്താവും, കയ്യിൽ നിറച്ച് മണ്ണൊക്കെ ആവും അല്ലേ, ആകെ ചളിയൊക്കെ ആവും. അപ്പം അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യുക, നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളെ ഹാൻഡും ലെഗും കൈയും കാലൊക്കെ എന്ത് ചെയ്യുക, ചളിയൊക്കെ മൊത്തമായിട്ട് തന്നെ വാഷ് ചെയ്യുക. ഇതാണ് എന്ത്, ഓരോ ഡിസീസസുകളും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ വാട്ടറിലൂടെയും ഫുഡിലൂടെയുള്ള അസുഖങ്ങളെ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാം, അതുപോലെ നമ്മൾ എയറിലൂടെയും കോണ്ടാക്റ്റിലൂടെയുള്ള അസുഖങ്ങൾ എങ്ങനെ തടയാം, അതുപോലെ നമ്മൾ സോയിലിലൂടെയും സീവേജിലൂടെയുള്ള അസുഖങ്ങൾ പകരുന്നത് എങ്ങനെ തടയാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ.